ഹായ് ഫ്രണ്ട്സ്, PSC ഹെൽപ്പ്ലൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നീതു. ഇനി വരാൻ പോകുന്ന പരീക്ഷയായ VU എക്സാമിന് ആവശ്യമായ പ്രീവിയസ് മാത്സിലെ 4ാം ഭാഗമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, -1 raised to 25 plus -1 raised to 50 minus -1 raised to 20 by 1 raised to 0 minus 1 raised to 25 plus minus 1 raised to 50 minus minus 1 raised to 20 divided by 1 raised to 0. നമുക്കത് എങ്ങനെ ചെയ്യാൻ നോക്കാം. -1 raised to 25 plus minus 1 raised to 50 minus minus 1 raised to 20 divided by 1 raised to 0. ഇതെങ്ങനെ ചെയ്യാം? അതായത് ഒരു നമ്പറിൽ മൈനസ് ചിഹ്നം ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ, അതായത് പവർ തന്നിരിക്കുന്നത് ഒറ്റ സംഖ്യ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പർ ഇടുമ്പോഴും മൈനസ് ചിഹ്നം തന്നെ ഇടണം. ഇതിൽ -1 raised to 25 എന്നതാണ്. അപ്പോൾ 25 എന്നത് ഒരു ഒറ്റ സംഖ്യയാണ്, അതുകൊണ്ട് തന്നെ മൈനസ് ചിഹ്നം ഇടണം. അപ്പോൾ മൈനസ് നമുക്ക് ഇടാം. ഇനി ഈ 1 ഈ -1 ഇൻറ്റു -1 ഇൻറ്റു -1 അങ്ങനെ 25 പ്രാവശ്യം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1 എത്ര തവണ ഇൻറ്റു ചെയ്താലും 1 തന്നെയായിരിക്കും ആൻസർ. അതുകൊണ്ട് തന്നെ ഇവിടെ 1, ഇവിടെ മൈനസ് വന്നത് ഇവിടെ ഒറ്റ സംഖ്യ ആയതുകൊണ്ട് മൈനസ് ചിഹ്നം വരും. ഇനി ഇവിടെ പ്ലസ്, പിന്നെ -1 raised to 50 എന്നത് ഇരട്ട സംഖ്യയാണ്. ഇരട്ട സംഖ്യ ആയതുകൊണ്ട് മൈനസ് ചിഹ്നത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ 1. ഇനി അടുത്ത് ഇവിടെ മൈനസ്, പിന്നെ ഇവിടെ -1 raised to 20 എന്നതും ഒരു ഇരട്ട സംഖ്യയാണ്, അതുകൊണ്ട് തന്നെ അവിടെയും 1 തന്നെ മതിയാകും. ബൈ, ഇനി 1 raised to 0 എന്നാണ് കൊടുത്തിരിക്കുന്നത്. 1 raised to 0 എങ്ങനെയാ? a raised to 0 ഈക്വൽ ടു 1 ആണ്. അതുകൊണ്ട് തന്നെ 1 raised to 0 എന്നതും 1 തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എത്ര വരും? 1. ഇനി നമുക്കത് എങ്ങനെ ചെയ്യാൻ നോക്കാം. -1 plus 1 minus 1 divided by 1. മൈനസ് ഇൻറ്റു പ്ലസ് എന്താ ചെയ്യേണ്ടത്? മൈനസ് ആണ് ചെയ്യേണ്ടത്. മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് ആണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ 1 പോയാൽ 0. ഇനി ഇവിടെ -1 by 1. 0 1 പോയാൽ -1 divided by ഈ 1. -1 divided by 1 എത്ര? -1. അപ്പോൾ ഇതിലെ ആൻസർ എന്താണ്? -1. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ക്യൂബിൻ്റെ വക്കിന് 6 സെൻറ്റിമീറ്റർ നീളമുണ്ടെങ്കിൽ വ്യാപ്തം എത്ര? ഒരു ക്യൂബിൻ്റെ വക്കിന് 6 സെൻറ്റിമീറ്റർ നീളമുണ്ടെങ്കിൽ വ്യാപ്തം എത്ര? ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? അതായത് നമുക്ക് ആദ്യം അറിയേണ്ടത് ക്യൂബിൻ്റെ വ്യാപ്തം കാണാനുള്ള ഫോർമുലയാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ നമുക്ക് നോക്കാം. ക്യൂബിൻ്റെ വ്യാപ്തം കാണാനുള്ള ഫോർമുല എന്താ? a³. ഇവിടെ ക്യൂബിൻ്റെ വക്കിൻ്റെ നീളം തന്നിട്ടുണ്ട് 6 സെൻറ്റിമീറ്റർ എന്നത്. അപ്പോൾ 6 സെൻറ്റിമീറ്റർ എന്നത് a ആയിരിക്കും. അപ്പോൾ a ആണ് 6 സെൻറ്റിമീറ്റർ. അപ്പോൾ ക്യൂബിൻ്റെ വ്യാപ്തമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ക്യൂബിൻ്റെ വ്യാപ്തങ്ങളുടെ ഫോർമുല a³ എന്ന തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ്, a എന്നത് 6 സെൻറ്റിമീറ്റർ ആകുമ്പോൾ a³ എങ്ങനെയായിരിക്കും? 6³ എന്നത് 6 ഇൻറ്റു 6 ഇൻറ്റു 6. 6 ഇൻറ്റു 6 ഇൻറ്റു 6 എത്രയാ? 216. ഇപ്പോൾ 216 ഘന സെൻറ്റിമീറ്റർ ആണ് ഇതിലെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, തുടർച്ചയായ 3 ഒറ്റ സംഖ്യകളുടെ തുക 279 ആയാൽ അതിൽ ചെറിയ സംഖ്യ ഏത്? തുടർച്ചയായ 3 ഒറ്റ സംഖ്യകളുടെ തുക 279 ആയാൽ അതിൽ ചെറിയ സംഖ്യ ഏത്? അപ്പോൾ 3 ഒറ്റ സംഖ്യകളുടെ തുക 279 എന്ന് തന്നിട്ടുണ്ട്. 3 ഒറ്റ സംഖ്യകളുടെ തുക 279 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലെ ചെറിയ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് അപ്പം നടുവിലത്തെ സംഖ്യ കാണാൻ എന്താ ചെയ്യേണ്ടത്? ആദ്യം നടുവിൽ സംഖ്യ. അപ്പോൾ 279/3. അപ്പം ഇതെന്തായി? ആ 3 ഒറ്റ സംഖ്യകളുടെ തുക 279/8. അപ്പം എന്തായി? ഇത് ശരാശരിയാണ്. അപ്പം ശരാശരി കാണാൻ തുക ബൈ എണ്ണമാണ്. അപ്പോൾ ഇതിൽ ശരാശരി, അപ്പോൾ ഏതൊരു നമ്പേഴ്സിൻ്റെയും ശരാശരി എന്ന് പറയുന്നത് അതിലെ നടുവിലത്തെ സംഖ്യ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൽ 3 ഒറ്റ സംഖ്യ ആയതുകൊണ്ട്
ശരാശരി കാണുമ്പോൾ 279/3, അതായത് തുക ബൈ എണ്ണമായിരിക്കും. അപ്പോൾ ഇതിൽ നടുവിലെ സംഖ്യ കാണണമെങ്കിൽ 279/3 എങ്ങനെ ചെയ്യാം? 3 27 9 തവണ 3 9 3, അപ്പോൾ 93. 93 എന്നത് എന്താ? ആ 3 ഒറ്റ സംഖ്യകളുടെ നടുവിലെ സംഖ്യയാണ്. 93 എന്നത് 3 ഒറ്റ സംഖ്യകളുടെ നടുവിലെ സംഖ്യയാണ്. അപ്പോൾ ഈ സൈഡ് ഒരു സംഖ്യ ഉണ്ടാവും, ഈ സൈഡ് ഒരു സംഖ്യ ഉണ്ടാവും. അപ്പോൾ ഈ സൈഡ് സംഖ്യ എന്താ? 94 വരില്ല. 94 എന്നത് ഇരട്ട സംഖ്യയാണ്. നമ്മളവിടെ പറഞ്ഞിരിക്കുന്നത് 3 ഒറ്റ സംഖ്യയാണ്. അപ്പോൾ ഈ സൈഡ് 95 എന്ന് വരും. അതുപോലെ ഈ സൈഡോ 92 വരില്ല, 91 വരുള്ളൂ. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് എന്താ? 3 ഒറ്റ സംഖ്യകളിലെ ചെറിയ സംഖ്യ ഏതെന്ന് ചോദിക്കും. അപ്പോൾ ഇതിലെ ചെറിയ സംഖ്യ ഏതാ? 91. അപ്പോൾ ഇതിലെ ആൻസർ 91. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സംഖ്യയുടെ 17% 85 ആയാൽ സംഖ്യ ഏത്? ഒരു സംഖ്യയുടെ 17% 85 ആയാൽ സംഖ്യ ഏത്? അതെവിടെ പറഞ്ഞിരിക്കുന്നതാ? ഒരു സംഖ്യയുടെ 17% 85 ആയാൽ സംഖ്യ ഏത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് സംഖ്യ എങ്ങനെ കാണാൻ പറ്റും? 85 ഇൻറ്റു ഇത് തിരിച്ചിടുക 100/17. ഇനി 17 85 5 തവണ 5 × 100 500. അപ്പോൾ നമുക്കിതിൽ സംഖ്യ കിട്ടി. അപ്പോൾ ഇതിലെ ആൻസർ എന്താണ്? 500. അടുത്ത ക്വസ്റ്റ്യൻ, മിറർ എന്ന വാക്കിൻ്റെ കോഡ് 1309 18 18 15 18 ആയാൽ ഇമേജ് എന്ന വാക്കിൻ്റെ കോഡ് എന്ത്? മിറർ എന്ന വാക്കിൻ്റെ കോഡ് 1309 18 18 15 18 ആയാൽ ഇമേജ് എന്ന വാക്കിൻ്റെ കോഡ് എന്ത്? അപ്പോൾ മിറർ എന്ന വാക്കിൻ്റെ കോഡ് എന്താ? 1309 18 18 18 15 18. മിറർ എന്ന വാക്കിൻ്റെ കോഡ് 1309 18 18 15 18. ഇനി നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഇമേജ് എന്ന വാക്കിൻ്റെ കോഡാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം? ABCD സെറ്റ് വരെ ഫുൾ എഴുതാം. അതിൽ നമുക്ക് നമ്പേഴ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ മിറർ എങ്ങനെ കണ്ടുപിടിച്ചിരിക്കുന്നത്? മിറർ 13M സ്റ്റാർട്ടിങ് 13, പിന്നെ I 09, പിന്നെ 6 18, വീണ്ടും 6 18, O 15 6 18. അപ്പോൾ ഇങ്ങനെ ഈ ടൈപ്പിലാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇമേജും അതേ രീതിയിൽ തന്നെ കണ്ടുപിടിക്കാം. ഇപ്പോൾ ഇമേജ് ആദ്യം I ആണ്. അപ്പോൾ I 09. ഇനി അടുത്തത് M എത്രയാ? 13. ഇനി അടുത്തത് A എന്ന് പറയുന്നത് 01. ഇനി അടുത്തത് G എന്നത് 07. ഇനി അടുത്തത് E എന്നത് 05. അപ്പോൾ ഇമേജ് എന്ന വാക്കിൻ്റെ കോഡ് എന്താ? 09 13 01 07 05. അപ്പോൾ ഇതിൽ ആൻസർ എന്താണ്? ഓപ്ഷൻ സി 09 13 01 07 05. അടുത്ത ക്വസ്റ്റ്യൻ, ഒരാൾ കിഴക്കോട്ട് 6 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അവിടെ നിന്ന് വലത്തോട്ട് 3 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 6 കിലോമീറ്റർ കൂടി സഞ്ചരിക്കുന്നു. അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് 5 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. എങ്കിൽ അയാൾ പുറപ്പെട്ട സ്ഥലത്ത് നിന്നും എത്ര അകലെ എത്തിയിരിക്കും? അപ്പോൾ ആദ്യം ആ വ്യക്തി കിഴക്കോട്ട് 6 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ കിഴക്കോട്ട് 6 കിലോമീറ്റർ, അവിടെ നിന്നും വലത്തോട്ട് 3 കിലോമീറ്റർ. അപ്പോൾ ഇവിടെ നിന്ന് പുറപ്പെട്ട ഒരു വ്യക്തി വലത്തോട്ട് എന്ന് പറയുമ്പോൾ താഴത്തോട്ട് 3 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അവിടെ നിന്ന് വീണ്ടും വലത്തോട്ട് 6 കിലോമീറ്റർ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് സഞ്ചരിച്ച വ്യക്തി വലത്തോട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വീണ്ടും 6 കിലോമീറ്റർ. അവിടെ നിന്നും ആ വ്യക്തി ഇടത്തോട്ട് 5 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അപ്പോൾ ഇടത്തോട്ട് എന്ന് പറയുമ്പോൾ താഴത്തോട്ട്. അപ്പോൾ 5 കിലോമീറ്റർ. ഇപ്പോൾ ആ വ്യക്തി നിൽക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ നിന്നും ഇവിടേക്ക് എത്ര അകലെയാണ് അയാൾ നിൽക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നിന്നും ഇവിടേക്ക് 5 കിലോമീറ്റർ ഉണ്ട്. അതുപോലെ ഇവിടെ നിന്നും ഇവിടേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? അതായത് ഇവിടെ നിന്നും ഇവിടേക്ക് 3 കിലോമീറ്റർ ആവുമ്പോൾ ഇവിടെയും അതേ 3 കിലോമീറ്റർ തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ എത്രയാ? 3 കിലോമീറ്റർ. അപ്പോൾ 3 + 5
8 കിലോമീറ്റർ. അപ്പോൾ 8 കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ ആ വ്യക്തി നിൽക്കുന്നത്. അപ്പോൾ ഇതിലെ ആൻസർ 8 കിലോമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, കൂട്ടത്തിൽ ചേരാത്ത സംഖ്യ ഏത്? കൂട്ടത്തിൽ ചേരാത്ത സംഖ്യ ഏതെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലെ ആൻസർ എന്താ? 33. കാരണം 33 എന്നൊരു ഭാജ്യസംഖ്യയാണ്, വേറെ എല്ലാം അഭാജ്യസംഖ്യകളാണ്. അഭാജ്യസംഖ്യയുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് നേരത്തെ ഇട്ടുണ്ടായിരുന്നു, കാണാത്തവരാണെങ്കിൽ അത് കാണുക. അപ്പോൾ ഇതിലെ ആൻസർ എന്താ? 33. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെയുള്ള ശ്രേണിയിൽ തുടർന്ന് വരുന്ന സംഖ്യ ഏത്? ചുവടെയുള്ള ശ്രേണിയിൽ തുടർന്ന് വരുന്ന സംഖ്യ ഏത്? അപ്പോൾ സംഖ്യകൾ ഏതൊക്കെയാ? 1, 8, 27, 64 ഡാഷ്. അത് തുടർന്ന് വരുന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ ഈ സംഖ്യകൾ എങ്ങനെയാണ് വന്നിരിക്കുന്നത് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ 1 എന്നത് 1ൻ്റെ ക്യൂബ് 1 തന്നെയാണ്. 1 ക്യൂബ് 1 നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവാൻ പറ്റും. ഇനി അടുത്ത എന്താ? 2 ക്യൂബ്. 2 ക്യൂബ് എന്താ? 8. 1ൻ്റെ ക്യൂബ് 1, 2 ക്യൂബ് 8. ഇനി അടുത്തത് 3ൻ്റെ ക്യൂബ്. 3ൻ്റെ ക്യൂബ് എത്രയാ? 27. 3ൻ്റെ ക്യൂബ് 27. ഇനി അടുത്ത സംഖ്യ 4ൻ്റെ ക്യൂബ്. 4ൻ്റെ ക്യൂബ് 64. അപ്പോൾ അടുത്ത എന്തായിരിക്കും? 5ൻ്റെ ക്യൂബ് ആയിരിക്കും. അപ്പോൾ 5ൻ്റെ ക്യൂബ് എത്രയാ? 125. അപ്പോൾ ഇതിലെ ആൻസർ എന്താണ്? 125. അടുത്ത ക്വസ്റ്റ്യൻ, 2013 ജൂലൈ 12 വെള്ളിയായാൽ 2013 നവംബർ 12 ഏത് ദിവസമാണ്? 2013 ജൂലൈ 12 വെള്ളി ആയാൽ 2013 നവംബർ 12 ഏത് ദിവസം? 2013 ജൂലൈ 12 വെള്ളിയാഴ്ച. ഇപ്പോൾ 2013 ജൂലൈ 12 വെള്ളി, 2013 നവംബർ 12 ഏത് ദിവസം എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അതായത് 2013 ജൂലൈ 12 വെള്ളി. അപ്പോൾ ആ ജൂലൈയിൽ ബാക്കി ഇനി എത്ര ദിവസമുണ്ട്? 19 ദിവസമുണ്ട്. അപ്പോൾ ജൂലൈയിൽ 19 ദിവസം ബാക്കിയുണ്ട്. ജൂലൈ കഴിഞ്ഞാൽ ഓഗസ്റ്റ്. ഓഗസ്റ്റ് ടോട്ടൽ എത്ര ദിവസമുണ്ട്? 31. സെപ്റ്റംബർ 30, ഒക്ടോബർ 31. ഇനി അടുത്തത് നവംബർ. നവംബറിൽ ചോദിച്ചെങ്കിൽ എന്താ? നവംബർ 12 ചോദിക്കുക. അപ്പോൾ നമുക്ക് 12 എന്ന് എടുത്താൽ മതി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതെല്ലാം ടോട്ടൽ ചെയ്തിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ അതിനേക്കാളും കുറച്ച് സിമ്പിളായിട്ടുള്ള മെത്തേഡ് പറഞ്ഞാൽ ഈ സംഖ്യകൾ തന്നെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. എന്താ വെച്ചാൽ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഒരാഴ്ചയിൽ 7 ദിവസമാണ്, അതുകൊണ്ട് നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 19നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 14. 19 എന്ന കറക്റ്റായി വരില്ല. അപ്പോൾ ബാലൻസ് എത്ര വരും? 5. നമുക്ക് ബാലൻസാണ് ഇതിലെല്ലാം എടുക്കേണ്ടത്. 7 കൊണ്ട് 31നെ 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 28, ബാലൻസ് 3. ഇനി 30 ഡിവൈഡ് ബൈ 7 ചെയ്യുമ്പോൾ ബാലൻസ് 2. ഈ 31നെ 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ബാലൻസ് 3. 12നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ബാലൻസ് 5. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ എല്ലാം കൂടെ ആഡ് ചെയ്യാം. ഇതിനെ ആഡ് ചെയ്യുമ്പോൾ 18. ഇനി നമുക്ക് ഈ 18നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. വീണ്ടും 18നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 18 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ബാലൻസ് എത്ര വരും? 4. 18നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ബാലൻസ് 4 വരും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ജൂലൈ 12 എന്നത് വെള്ളിയാഴ്ചയാണ്. നവംബർ 12 ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വെള്ളി പ്ലസ് 4, അതായത് ഈ 4 വെള്ളി പ്ലസ് 4, വെള്ളിയാഴ്ച കഴിഞ്ഞാൽ 4ാമത്തെ ദിവസമായിരിക്കും നവംബർ 12 എന്നത്. അപ്പോൾ വെള്ളിയാഴ്ച കഴിഞ്ഞാൽ ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ. അപ്പം 4ാമത്തെ ദിവസം എന്താ? ചൊവ്വ. അപ്പോൾ നവംബർ 12 ചൊവ്വാഴ്ചയായിരിക്കും. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. താങ്ക്